അത്യാവശ്യം എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ഇതിനിടയ്ക്കും 3.72 ലക്ഷം രൂപ ചെലവഴിച്ച് ചാണകക്കുഴി മുഖ്യമന്ത്രിക്ക് നിർമ്മിക്കുന്നു. നല്ല കാര്യം. അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് ഈ നവകേരള സദസ്സിനും അതുപോലെ തന്നെ മറ്റ് ഒക്കെ വേണ്ടി കേരളീയത്തിനും ഒക്കെ ചെലവഴിച്ചതിൻ്റെ കൂടെയാണ് ഇതുപോലെയുള്ള അപ്പം നമ്മൾ ഓർക്കണം, ഈ കഴിഞ്ഞ ദിവസം ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ ദിവസം കാണാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 26 ക്യാബിനറ്റ് റാങ്കുകാരുണ്ട്, 21 മന്ത്രിമാർ, അതുകൂടാതെ മറ്റ് ക്യാബിനറ്റ് റാങ്കിൽപ്പെട്ടവർ. ഇവർക്കെല്ലാം കൂടിയുള്ള പേഴ്സണൽ സ്റ്റാഫ് എത്രയാണെന്നല്ലേ? 614 പേഴ്സണൽ സ്റ്റാഫ്. ഈ 614 പേഴ്സണൽ സ്റ്റാഫും 2 വർഷം കഴിഞ്ഞ് ഈ ഗവൺമെൻറ് കഴിയുമ്പോഴേക്കും അവർക്കൊക്കെ അതിലെ ഇപ്പോൾ പുതുതായിട്ട് വന്ന മന്ത്രിമാർക്ക് മാത്രമല്ല എല്ലാവരുടെയും ഈ 36 പേരുടെയും ഈ 26 പേരുടെയും പേഴ്സണൽ സ്റ്റാഫിനെ ഇപ്പോൾ ഈ സമയത്ത് മാറ്റി പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടാവും. എന്തിനാണെന്നല്ലേ? 2 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ അവരൊക്കെ പെൻഷന് അർഹതയുള്ളവരായിത്തീരും. അപ്പോൾ അങ്ങനെ 614 പേഴ്സണൽ സ്റ്റാഫ്. ഈ 614 പേഴ്സണൽ സ്റ്റാഫിൽ എത്ര പേരെയാണോ അതായത് രാഷ്ട്രീയക്കാരിൽ നിന്ന് എടുത്തിരിക്കുന്നത്, അതായത് ഡെപ്യൂട്ടേഷനിലല്ലാതെ നേരിട്ട് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണോ അവർക്കൊക്കെ ഇനിയും 2 വർഷം കഴിയുമ്പോഴത്തേക്കും അവർക്കും പെൻഷനാകും. എന്ന് മാത്രമല്ല, ഇപ്പോൾ പിരിച്ചു വിട്ടവർക്ക്, അതായത് പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഇപ്പോൾ പിരിഞ്ഞു പോയവർക്കെല്ലാം ഇനിയുള്ള മാസങ്ങളിലൊക്കെ അവർക്ക് പെൻഷൻ കൊടുക്കണം. അതോടൊപ്പം തന്നെ പുതുതായിട്ട് എടുത്തവർക്ക് ശമ്പളം കൊടുക്കണം. പുതുതായിട്ട് എടുത്തവരും 2 വർഷം പൂർത്തിയായി പിരിഞ്ഞു പോകുമ്പോഴത്തേക്കും അവർക്കും പെൻഷൻ കൊടുക്കണം. അങ്ങനെയുള്ള വലിയ ബാധ്യതകൾ സർക്കാർ ജനങ്ങളുടെ മേൽ കെട്ടിവെച്ചുകൊണ്ടാണ് ഈ ഭരണം. അതായത് അതിപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഈ കാര്യത്തിലൊക്കെ വലിയ മാറ്റമൊന്നുമില്ല. ചിലപ്പോൾ ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണത്തിൽ അതായത് കുറച്ചുകൂടി ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന ജനസേവകരായിട്ടുള്ള നല്ല ആൾക്കാരാണ് ഈ പറയപ്പെട്ട ക്യാബിനറ്റ് റാങ്കിൽ എത്തിയിരിക്കുന്നതെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണത്തിൽ കുറച്ച് കുറവ് കാണിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതായത് ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയേതര വരുമാനമാണ് ഖജനാവിലെത്തുന്ന പണം. അതിൽ നിന്ന് കൈയിട്ട് വാരി ആർക്കും എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ദൂർത്ത് നടത്താം എന്നാഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്, അതായത് ധനപ്രതിസന്ധിയാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയോ കോടതി ഇടപെട്ട് പറഞ്ഞിരിക്കുന്നു, KSRTCയുടെ ശമ്പളം 10-ാം തീയതിക്ക് മുമ്പ് കൊടുക്കണമെന്നാണ് നേരത്തെ നിലവിൽ നിന്ന വിധി. ഇപ്പോഴത് മാറ്റിയിരിക്കുന്നു. 10-ാം തീയതിക്ക് മുൻപ് ഒരു ഗഡു, 20-ാം തീയതിക്ക് മുമ്പ് അടുത്ത ഗഡു, അങ്ങനെ കൊടുക്കണമെന്ന്. അപ്പം ആ ധനപ്രതിസന്ധിയുടെ രൂക്ഷത അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി 2 ഗഡുവായിട്ട് ആ ശമ്പളം കൊടുക്കാനായിട്ട് സമ്മതിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അതായത് കർഷകർക്ക് നെല്ലിന് വില കൊടുക്കുന്നില്ല. നമുക്കറിയാം, തകഴിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ സർക്കാർ മുഖാന്തരമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്, അതായത് ശരിക്കും പറഞ്ഞ പാഡി റെസീറ്റ് ഷീറ്റ് എന്ന് പറയുന്ന വായ്പ എടുക്കാനുള്ള റെസീറ്റാണ്. നെല്ലളന്ന് കൊടുക്കുന്നവന് നെല്ലിൻ്റെ വില കൊടുക്കുന്നതിന് പകരം ഒരു റെസീറ്റാണ് കൊടുക്കുന്നത്. ഈ റെസീറ്റ് കൊണ്ടുപോയി ബാങ്കിൽ നിന്ന് നീ വായ്പ എടുത്തുകൊള്ളൂ. ആ റെസീറ്റിനെയാണ് പാഡി റെസീറ്റ് ഷീറ്റ് PRS എന്ന് പറയുന്നത്. ശരിക്ക് ആ പാഡി റെസീറ്റ് ഷീറ്റ് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കുരുക്ക് അഥവാ ഒരു കയറ് അവന് കൊടുക്കുന്നതിന് തുല്യമാണ്. കഷ്ടപ്പെട്ട് നെല്ലുൽപ്പാദിപ്പിച്ച് അത് അളന്നു കൊടുക്കുന്നവനാണ് ഈ പാഡി റെസീറ്റ് ഷീറ്റ് കൊടുക്കുക. അപ്പോൾ ഓർമ്മിക്കണം, നമ്മുടെ ഒരു ബഹുമാന്യനായ മന്ത്രി പറഞ്ഞു, ഇവിടെ നെല്ല് കൃഷി ചെയ്തില്ലെങ്കിൽ എന്താ, നമുക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മേടിച്ചുകൂടെ എന്ന്. ഇതുപോലെയുള്ളവരും നമ്മുടെ മന്ത്രിസഭയിൽ ഉണ്ട് എന്നതുകൂടി ഓർക്കുമ്പോൾ നാം തീർച്ചയായിട്ടും പുളകിതഗാത്രരായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ ഓർക്കേണ്ടത് അതുപോലെ ഇന്ന് ഒരു വാഴ കർഷകൻ വയനാട്ടിൽ ആത്മഹത്യ ചെയ്തതായിട്ട്. വാഴ കർഷകന് ഒരു തരത്തിലുള്ള പരിരക്ഷയുമില്ല. പക്ഷേ വേണമെങ്കിൽ ഈ വാഴ കർഷകർക്കും എല്ലാത്തരം കർഷകർക്കും ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കാവുന്നതാണ്. ആ ഇൻഷുറൻസ് പരിരക്ഷ കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടും കേരള സംസ്ഥാനം ഇതുവരെ ഏറ്റെടുത്ത് നടത്തിയിട്ടില്ല എന്നുള്ള വലിയ ഒരു തെറ്റ് കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇനി അതുപോലെ നമ്മൾ റബ്ബർ കർഷകരുടെ കാര്യം ഓർത്ത് നോക്കിക്കോളൂ. ബിഷപ്പ് പാംപ്ലാനി എപ്പോഴും റബ്ബർ കർഷകരെ ഓർത്ത് പരിതപിക്കാറുണ്ട്.
അത് എന്താണ് അദ്ദേഹം വെറുതെയല്ല പരിതപിക്കുന്നത്. എന്താണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്? ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ LDF വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ തറവില, റബ്ബറിൻ്റെ തറവില 250 രൂപയായി നിശ്ചയിക്കുമെന്നാണ്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 170 രൂപയിൽ താഴേക്ക് പോകുന്നുവെങ്കിൽ, അതായത് ഇപ്പോൾ 150 രൂപയാണ് വിപണി വില എന്ന് വെച്ചോളൂ, 150-നും 170-നും ഇടയ്ക്കുള്ള 20 രൂപ, ആ വ്യത്യാസം സർക്കാർ കർഷകന് കൊടുക്കും എന്നാണ് റബ്ബർ കർഷകരോട് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന നിലവിലിരിക്കുന്ന ധാരണ. ആ ധാരണ പ്രകാരം പോലുമുള്ള പണം കൊടുക്കുന്നില്ല. അതുകൊണ്ട് റബ്ബർ കർഷകർ റബ്ബറെല്ലാം വെട്ടിക്കളയുകയാണ് എന്നതും നാം ഓർക്കണം. അപ്പോൾ അതിനും അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ. കാരണം ഈ റബ്ബർ എന്ന് പറയുന്നത് ചാക്രികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കൃഷിയാണ്. അതായത് അത് ഏതാനും വർഷം വില കൂടാൻ തുടങ്ങിയാൽ കൂടി വലിയ ഉയരത്തിലെത്തും. അതിനുശേഷം പതുക്കെ താഴേക്ക് വരും, താഴേക്ക് വന്ന് വളരെ താഴെ വരും. അങ്ങനെയാണ്, അതാണ് ചാക്രികത എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ താഴേക്ക് വരുന്ന ആ വരവിൽ എല്ലാവരും റബ്ബർ വെട്ടിക്കളയും. റബ്ബർ വെട്ടിക്കളഞ്ഞ് റബ്ബറിൻ്റെ ഉൽപ്പാദനം ആഗോളതലത്തിൽ കുറയുമ്പോഴാണ് വില കൂടാൻ തുടങ്ങുന്നത്. അങ്ങനെ കൂടാൻ തുടങ്ങുമ്പോഴത്തേക്കും റബ്ബർ എല്ലാവരും കൃഷി ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ചാക്രികതയൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് അതിന് പകരം അവരുടെ നഷ്ടം വരുന്ന കാലത്ത് ആ നഷ്ടം നികത്താൻ വേണ്ടി എന്ത് സങ്കര കൃഷിയാണ് സാധ്യത. അതായത് നേരത്തെ തന്നെ നമുക്കറിയാം, അതായത് നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല തന്നെ പറഞ്ഞിരുന്നു റബ്ബറിൻ്റെ ഇടവേളയായിട്ട് മരുന്ന് കൃഷി ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്താൽ അതൊരു നല്ല വരുമാന മാർഗമാകും കർഷകന്. മരുന്ന് എല്ലാ കാലത്തും ഹെർബൽ, അതായത് പച്ചില മരുന്നുകൾ അത്യാവശ്യമാണ്, പച്ചമരുന്നുകൾ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനത്തെ കൃഷി, അങ്ങനെ എന്തൊക്കെ കൃഷികളാണ് സാധ്യം എന്നൊക്കെ നോക്കി അതൊക്കെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ശാക്തീകരിക്കുന്നതിന് പകരം അവരെ തള്ളിക്കളയുന്ന ആ സ്വഭാവം, 250 രൂപ തറവില പറഞ്ഞ ആ റബ്ബർ കർഷകൻ്റെ നേരെ തിരിഞ്ഞു നോക്കാതെയുള്ള ഈ നെട്ടോട്ടം, ഈ കേരളീയവും ഈ നവകേരള സദസ്സും ഗവൺമെൻറ്റിന് എവിടെയും എത്തിക്കില്ല എന്ന് ഗവൺമെൻറ് ഓർത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അത് മാത്രമാണോ, കർഷകർ വന്യമൃഗശല്യം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. കർഷകർ വന്യമൃഗശല്യം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ വന്യമൃഗങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ അവയെ കൊന്നിട്ടോ കാര്യമില്ല. അവ കൃഷിസ്ഥലത്തേക്ക് വരാതിരിക്കാനുള്ള, അതായത് ഗുണ്ടൽപേട്ട്, കർണാടകത്തിൻ്റെ തീരത്തുള്ള കർണാടകം വെച്ചിരിക്കുന്ന വലിയ മതിലാണ്. ആനയ്ക്കോ അല്ലെങ്കിൽ കടുവയ്ക്കോ അല്ലെങ്കിൽ പുലിക്കോ ചാടിക്കയറാൻ പറ്റാത്തത്ര ഉയരത്തിലുള്ള മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ഏതൊക്കെയാണ് സാധ്യതയുള്ള വഴികൾ എന്ന് നോക്കി കർഷകരെ വന്യമൃഗശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഗവൺമെൻറ് തീർച്ചയായിട്ടും നോക്കണം.